ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 6ാം ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയിലും 6ാം ക്ലാസ്സിലേക്കുള്ള ഉലൂമുദ്ദീനിൻ്റെ പാഠഭാഗത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠങ്ങൾ നോക്കാം, പാഠത്തിലേക്ക് കടക്കാം. അദ്രസ് അവൽ, ഒന്നാമത്തെ പാഠം ഇസ്ലാമുദ്ദീനി, ഇസ്ലാം ദീനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് 5ാം ക്ലാസ്സിൽ ഒരു പാഠം പഠിച്ചിരുന്നു. അതാണ് നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലേക്ക് പുതിയ ബുക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? സ്റ്റോപ്പിൽ ബസ്സു നിന്നു. ആഷിഖ് ബസ്സിൽ കയറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അവൻ സാബിത്തിനോട് സലാം ചൊല്ലി. സാബിത്ത് സലാം അടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ രണ്ടുപേരും എന്താണ് പറഞ്ഞത്? ആഷിഖിൻ്റെ സീറ്റിലിരുന്ന അപരിചിതൻ ചോദിച്ചു. ആഷിഖ്, മുസ്ലിങ്ങൾ തമ്മിലുള്ള അഭിവാദനവും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണിത്. താങ്കൾക്ക് രക്ഷയുണ്ടാവട്ടെ, സമാധാനം ലഭിക്കട്ടെ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അഭിവാദനവും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ്. താങ്കൾക്ക് രക്ഷയുണ്ടാവട്ടെ, സമാധാനം ലഭിക്കട്ടെ എന്നെല്ലാമാണ്. അപ്പോൾ ഇവിടെ അപരിചിതൻ, ഇത് നല്ല ആശയമാണല്ലോ ആഷിഖ്. ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം. ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സലാം. ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സലാം. ചോദ്യം വരാറുണ്ട്, മനസ്സിലാക്കാം. എന്താണ് സലാമിൻ്റെ അർത്ഥം? എന്താണ്? ശാന്തി, സമാധാനം എന്നെല്ലാമാണ് അതിനർത്ഥം. ശാന്തി, സമാധാനം എന്നൊക്കെയാണ് സലാമിൻ്റെ അർത്ഥം. ശാന്തി, സമാധാനം എന്നെല്ലാം അർത്ഥമുണ്ട്. എന്തിന്? സലാമിന്. സലാമിന് ശാന്തി, സമാധാനം എന്നെല്ലാം അർത്ഥമുണ്ട്. സലാം അല്ലാഹു തആലയുടെ നാമങ്ങളിൽ ഒന്നാണ്. അല്ലാഹു തആലയുടെ നാമങ്ങളിൽ പെട്ടതൊന്നാണ് എന്ത്? സലാം. ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. ഇസ്ലാമിൻ്റെ ദൗത്യം എന്താണ്? ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ്. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. ലോകത്ത് ഡേഷ് സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. ശാന്തിയും സമാധാനവും. ഇസ്ലാമിനെ കുറിച്ച് എനിക്കറിയില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപരിചിതൻ പറയുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് എനിക്കറിയില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അക്രമം, അസ്വസ്ഥത, അരാജകത്വം തുടങ്ങിയവയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. എന്താണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം? അക്രമം, അസ്വസ്ഥത, അരാജകത്വം തുടങ്ങിയവയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു. അനുരഞ്ജനത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു. അനുരഞ്ജനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും പ്രോത്സാഹിപ്പിച്ചു. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ത്? അനുരഞ്ജനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്കയിൽ നിന്നും വിശുദ്ധ മദീനയിൽ എത്തിയപ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി. അപരിചിതൻ, എന്തെല്ലാമായിരുന്നു ആ കരാറിലെ വ്യവസ്ഥകൾ? അപരിചിതൻ ചോദിക്കുകയാണ്, എന്തെല്ലാമായിരുന്നു ആ കരാറിലെ വ്യവസ്ഥകൾ? ആഷിഖ്, പരസ്പരം ആക്രമിക്കരുത്, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്, പുറത്തുനിന്ന് അക്രമമുണ്ടായാൽ യോജിച്ചു പ്രതിരോധിക്കണം, പ്രയാസങ്ങളുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നിവ കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരുന്നു. കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്?
നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്. പുറത്തു നിന്ന് ആക്രമണമുണ്ടായാൽ യോജിച്ച് പ്രതിരോധിക്കണം. പിന്നെ പ്രശ്നങ്ങളുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നിവയൊക്കെയായിരുന്നു കരാറ് വ്യവസ്ഥകൾ. മനസ്സിലാക്കുക. അപരിചിതൻ, ഇത് വളരെ പുതുമയുള്ള കാര്യമാണല്ലോ. ആധുനിക കാലത്ത് രാജ്യങ്ങൾക്കിടയിലും മറ്റും നടക്കുന്ന സമാധാന കരാറുകൾ ഇതുപോലെയാണല്ലോ. മുഹമ്മദ് നബി വലിയ പുരോഗമന ചിന്തകളാണല്ലോ മുന്നോട്ട് വച്ചത്. അപരിചിതൻ പറയുകയാണ്, ആഷിഖ് ശരിയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്, ദേവാലയങ്ങൾക്ക് കേടുപാട് വരുത്തരുത്, പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു. ഇസ്ലാം എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്, ദേവാലയങ്ങൾക്ക് കേടുപാട് വരുത്തരുത്, പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു. സ്വന്തം നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച മക്കക്കാർക്ക് പോലും അവിടുന്ന് മാപ്പു നൽകി. മനുഷ്യജീവൻ, സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതി മതഭേദമന്യേ സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്? എന്താണ്? മനുഷ്യജീവൻ, സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതി മതഭേദമന്യേ സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അപരിചിതൻ, ഇതെല്ലാം വളരെ നല്ല ആശയങ്ങളാണ്. നിങ്ങളുടെ മതത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബസ് ആഷിഖിൻ്റെ നാട്ടിലെത്തി. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. അപ്പോൾ പാഠഭാഗത്തിലൂടെ ഇസ്ലാമിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ എത്രയാണ് ഈ പാഠത്ത് പറയുന്നത്? പാഠത്തിലെ അറബി മലയാള പദത്തിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അറബി മീനിങ്സും ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. തദ്രിബാത്തിൽ നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ആദ്യം വരുന്നത്. സഹിഷ്ണുതയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകി? എന്തൊക്കെ പറയുന്നത്? ഇവിടെ അടയാളപ്പെടുത്തതാ. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്, ദേവാലയങ്ങൾക്ക് കേടുപാട് വരുത്തരുത്, പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത്. ഇതൊക്കെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതാൻ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം, ശാന്തി, സമാധാനം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഇസ്ലാം എന്ന പദത്തിന് സമാധാനം മനസ്സിലാക്കുക. സമാധാനം രണ്ടാമത്തെ, ഇസ്ലാം എന്നതിന് സമാധാനം എന്ന അർത്ഥമുണ്ട്. 3. മദീന കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി. എന്തെല്ലാമായിരുന്നു അതിൽ പറഞ്ഞത്? ഇവിടുന്ന് എഴുതുക. പരസ്പരം ആക്രമിക്കരുത്, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്, പുറത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ യോജിച്ചു പ്രതിരോധിക്കണം, പ്രശ്നമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നിവ കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരുന്നു. അപ്പോൾ അതവിടേക്ക് എഴുതി പഠിക്കാം. 4ാമത്തെ ചോദ്യം, സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. എന്തിനെല്ലാം? സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു എന്തല്ല. അപ്പോൾ ഇവിടെ കുറച്ചൊരു അക്ഷരത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ അത് പ്രിൻറ്റിങ്ങിൽ വരുന്നതാണ്. എന്തെല്ലാമാണ് കൽപ്പിച്ചത്? ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യ ജീവൻ, സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതി മതഭേദമന്യേ സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് എഴുതുക.
അടുത്തത് നൊയ്ദു ഫിക്ര കണ്ണിക എഴുതാനാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം. അപ്പോൾ ഇത് എന്തായാലും നന്നായി മനസ്സിലാക്കി പാഠത്തെ ആസ്പദമാക്കിയിട്ട് പഠിക്കണം. നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാനൊക്കെ എക്സാമിന് വരുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക, എഴുതുക. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം. നമ്മൾ എന്താ എഴുതാം? ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം. ശാന്തി, സമാധാനം എന്നെല്ലാമാണ് അതിനർത്ഥം. സലാം അല്ലാഹു താലയുടെ നാമങ്ങളിൽ ഒന്നാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. അത്ര എഴുതാം. പിന്നെ ബാക്കി ഇവിടുന്ന് എഴുതാം. അക്രമം, അസ്വസ്ഥത, അരാജകത്വം തുടങ്ങിയവയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു. അനുരഞ്ജനത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്കയിൽ നിന്നും വിശുദ്ധ മദീനയിൽ എത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കിയിരുന്നു. പരസ്പരം ആക്രമിക്കരുത്, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്, പുറത്തുനിന്ന് അക്രമമുണ്ടായാൽ യോജിച്ച് പ്രതിരോധിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു പരിഹരിക്കണം എന്നിവയൊക്കെ കരാറിലെ പ്രധാന വ്യവസ്ഥകളാണ്. പിന്നെ ഇവിടെ എഴുതാം. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്, ദേവാലയങ്ങൾക്ക് കേടുപാട് വരുത്തരുത്, പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു. സ്വന്തം നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച് മക്കക്കാർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യജീവന് സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതി മതഭേദമന്യേ സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി എഴുതാം. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ഇതിൽ കൊള്ളിച്ച് എഴുതുക. മുഴുവനായിട്ട് എഴുതണമെന്നൊന്നുമില്ല. അതിന്ന് മെയിൻ പോയിന്റുകൾ ഒക്കെ എടുത്ത് എഴുതിയിട്ട് ഖണ്ഡിക തയ്യാറാക്കുക. എന്നിട്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. ഇത്രയാണ് ഒന്നാമത്തെ പാഠമായ ഇസ്ലാമു ദീനി എന്ന പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.